നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. സാധാരണ അരി വെച്ചിട്ടുള്ള തന്നെ ചെയ്യുന്നതാണ്. അരി പയറെല്ലാം വെച്ചിട്ട് ചെയ്യുന്ന ഒരു കഞ്ഞിയാണ്. നല്ല ഹെൽത്തിയാണ്, കറികളൊന്നും വേണ്ട, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരി എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് ചെറുപയറും കൂടെ എടുത്തിട്ടുണ്ട്. ശരിക്ക് കഴുകി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവരണം. അതിനുശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് ശരിക്ക് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു 2-3 നുള്ള് ജീരകമാണ്, നമ്മൾ സാധാരണ കറിക്കെല്ലാം ഉപയോഗിക്കുന്ന ജീരകം, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ശരിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കണം, അപ്പോഴേ കഞ്ഞിക്ക് വെള്ളം ഉണ്ടാവുള്ളൂ. അതിന് ശേഷം നമ്മൾക്കിത് അടച്ച് വെച്ചിട്ട് 2-3 വിസിലൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ചോറ് സാധാരണ നിങ്ങൾ വേവിക്കുന്നത് അതേമാതിരി നിങ്ങൾക്ക് ഇതൊന്ന് കഞ്ഞി പോലെ ആക്കി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കാൻ പോവുകയാണ്. എനിക്ക് 2-3 വിസിലിൽ ഞാൻ സിം ചെയ്ത് വെച്ചായിരുന്നു. അതിന് ശേഷം എന്താ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിയാണ്, ജീരകത്തിൻ്റെ ടേസ്റ്റും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ഒരു നുള്ളിങ്ങനെ ഇട്ട് കൊടുക്കാം. മാങ്ങ ചമ്മന്തി ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ അച്ചാറും ഉണ്ട്, പിന്നെ ഒരു പപ്പടം ഉണ്ട്. വേറെ കറികളൊന്നും വേണമെന്നില്ല, നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. കുറച്ച് മോരും കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളാണ്, പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അതായത് ഇതുപോലെ ഇങ്ങനെ ഇത് ശരിക്കും വെന്തിട്ടുമുണ്ട്. പയറും അരിയും എല്ലാം ഒരേപോലെ ശരിക്കും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്തേക്കണേ.